ചർച്ച തുടങ്ങുമ്പോൾ ആദ്യം കോൺഗ്രസ് വക്താവ് രജനീഷ് ഉണ്ണിത്താനിലേക്ക്. രജനീഷ് ഉണ്ണിത്താൻ, എന്താണ് ഈ കാണുന്നത്? ഒരു പ്രളയം യഥാർത്ഥത്തിൽ വന്നിട്ടില്ല, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യം. അപ്പോൾ തന്നെ നിങ്ങളുടെ സർക്കാരിന് ഈ തരത്തിലാണ് പെർഫോമൻസ് എങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? എന്തൊക്കെയാണ് കേരളം ഇനി നേരിടാൻ പോകുന്നത്? മത്സ്യത്തൊഴിലാളികളടക്കം കരയുകയാണ്, 4 പേരെ കാണാനില്ല, അവരുടെ തെരച്ചിൽ പോലും ശരിയാവണ്ണം നടക്കുന്നില്ല. രജനീഷ് ഉണ്ണിത്താൻ. നോക്കൂ അജിംഷാദെ, പ്രളയം വന്നില്ല എന്ന് പറയുന്നതിനപ്പുറം ഈ ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഡാം മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കറക്റ്റായിട്ടുള്ള നിലപാടെടുത്തതിന്റെ പേരിലാണ് പ്രളയം വന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ന് നിങ്ങൾക്ക് പോലും സംസാരിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടിയും വരുന്നു. കാരണം ഈ സർക്കാർ ഒരിക്കലും അർദ്ധരാത്രിയിൽ വെള്ളം തുറന്നു വിടുകയില്ല എന്ന് പറഞ്ഞ് തുറന്നുവിട്ട സർക്കാരല്ല. ഈ സർക്കാർ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അതിപ്പോ റാന്നിയിലായിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, എവിടെയാണ് മുന്നറിയിപ്പില്ലാതെ മൂഴിയാറിലടക്കം നിങ്ങൾ മുന്നറിയിപ്പില്ലാതെ ഡാമുകൾ തുറന്നു. മാത്രമല്ല, ഈ വെള്ളക്കെട്ടിന് എല്ലാ ഉത്തരവാദിത്വം നിങ്ങളുടെ ഘടകാര്യസ്ഥതയാണ്. അത് അവിടുത്തുകാർ പറയുന്നു. മൺസൂൺ വരും എന്നറിയാവുന്നത് 2018 അപേക്ഷിച്ച് മഴ വല്ല പെയ്തോ രജന? ഇപ്പോ മഴ പെയ്യും എന്നറിഞ്ഞിട്ട് പോലും പല ഡാമുകളും കഴിഞ്ഞ വർഷത്തെ പണി പൂർത്തിയാക്കാതിരിക്കുന്ന ഡാമുകളുടെ എണ്ണം ഞാൻ കാണിച്ചു തരാം, താങ്കൾക്ക് വരാമെങ്കിൽ കാണിച്ചു തരാം. അപ്പോ കഴിഞ്ഞ സർക്കാരുമായി ബന്ധപ്പെട്ട് 2018-ലും 2019-ലും പ്രളയം ഉണ്ടായപ്പോൾ വീണ്ടും അങ്ങനെ ഒരു പ്രളയം സാധ്യത ഓരോ വർഷം കടന്നു വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനവും നടത്താതെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ ഒരു പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഈ മണ്ണ് നീക്കുന്നതിനെതിരെ കോടതിയിൽ പോയത് അതും കൂടി പറയണം. നേരത്തെ മുൻ സർക്കാർ മണ്ണ് അടക്കം ചെളിയും ഒക്കെ എക്കലും ഒക്കെ നീക്കുന്നതിനെതിരെ കോടതിയിൽ പോയ ആരാ? രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ അതിനെതിരെ ആക്ഷേപമുണ്ടായി. എൻ.കെ. പ്രേമചന്ദ്രൻ, മാത്യു വിദേശ രാജ്യങ്ങളിലെല്ലാം കുടുംബസമേതം പോയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് റൂം ഫോർ ദ റിവർ എന്ന് പറയുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഇപ്പോ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കൂടി റൂം ഫോർ റിവർ ഇപ്പൊ ഓരോരുത്തരുടെ വീട്ടിനുള്ളിൽ ചില മാധ്യമങ്ങളുടെ നിർമ്മിതിയാ. ഒന്നുമില്ല. വിവിധ തലത്തിൽ നമ്മളത് കണ്ടത്. അത് വല്ലാത്തൊരു വാദമാണ്. റൂം ഫോർ റിവർ വിജയിച്ചു എന്നുള്ളത് കണ്ടതാണ്. കാര്യവും ചെയ്യാതെ ഗവൺമെന്റിനെതിരെ ഈ ഗവൺമെന്റിനെതിരെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ശരിയാണ്. നിങ്ങൾ ചില മാധ്യമങ്ങൾ ദുരന്തമുഖത്തും മാസങ്ങൾക്ക് മുമ്പുള്ള മുൻ സർക്കാരിനെ പറയുകയാണ്. അല്ലല്ല, മത്സ്യത്തൊഴിലാളികളോട് വിഴിഞ്ഞത്തെ, അഞ്ചുതെങ്ങിലെ, നീണ്ടകരയിലെ ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പറ. ഈ പറയുന്ന വിഴിഞ്ഞത്തും നീണ്ടകരയിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കും വിഷമമുണ്ട്. ആ മത്സ്യത്തൊഴിലാളികളെ കിട്ടാത്തത്, കാണാതെ പോയവരെ കിട്ടാത്തതിന് നമുക്കും വിഷമമുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവളുമായി ബന്ധപ്പെട്ട് ക്യാമ്പ് ചെയ്തുകൊണ്ട് മത്സ്യവകുപ്പിന്റെ ആയാലും ഈ പറയുന്ന കോസ്റ്റ് ഗാർഡിന്റെ ആയാലും പറയുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് തുറമുഖങ്ങളിലേക്ക് മാറിക്കൊണ്ട്, മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറിക്കൊണ്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൽ വിഷമമുണ്ട് ആളുകളെ കിട്ടാത്തതിന്. പക്ഷേ അതൊന്നും സർക്കാർ ചെയ്തില്ല എന്ന് പറഞ്ഞു പോകുന്നിടത്താണ് നിങ്ങളുടെ ശരികേട്. കാരണം സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പുകൾ തുറന്നിരിക്കുകയാണ്. ക്യാമ്പുകളിൽ എല്ലാ കാര്യങ്ങളും സജ്ജമായിരിക്കുകയാണ്. അവിടെയൊക്കെ ചില കുത്തിത്തിരിപ്പുകളുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ നേരത്തെയൊക്കെ പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രവർത്തിച്ചാണല്ലോ. അവിടെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും രാഷ്ട്രീയം കാണാതെ അതെല്ലാം കണ്ടും നടിച്ചും അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ കണ്ടുപിടിച്ച് പോയിട്ടുള്ള ഒരു ആളുകളാണ് അന്നത്തെ പ്രതിപക്ഷം. പക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും രീതി എന്താണ്? അവിടെ ചെന്നിട്ട് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുക, അവിടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രാഷ്ട്രീയ ലാക്കോടെ നിൽക്കുന്നവരെ കൂടെ സംസാരിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് നേരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിട്ടാമെങ്കിൽ അത് ഒരു ആരോപണം വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള നടപടികളുമായി ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സജീകരണങ്ങളും അതിനുശേഷം ആ അമ്മ തന്നെ അത് രംഗത്തെത്തി അതിനെക്കുറിച്ച് വിശദീകരിച്ചതാണ്. അപ്പോ ഈ കുത്തിത്തിരിപ്പെന്ന് പറഞ്ഞെടുത്ത ഒറ്റ മിനിറ്റ് അതായത് താങ്കളിപ്പോ പറഞ്ഞല്ലോ ചില മാധ്യമങ്ങൾ, അതായത് കൈരളി ന്യൂസിനെയും ദേശാഭിമാനിയുമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ചില മാധ്യമങ്ങളും പ്രതിപക്ഷവുമാണ് ഇത് പറയുന്നതല്ലേ പറയുന്നത്. ദാ കേട്ടോളൂ, താങ്കൾ ഈ വാക്കുകൾ കേട്ടോളൂ. ഈ 2026 ജൂലൈ മാസം 31-ാം തീയതി
കടൽ പ്രക്ഷുബ്ധമായപ്പോൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായില്ല. അതിൻ്റെ ഫലമാണ് കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, മുതലപ്പുഴയിൽ, വിഴിഞ്ഞത്ത് ഒക്കെ മരണങ്ങൾ സംഭവിച്ചത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മരണങ്ങൾ സംഭവിക്കുമ്പോൾ അധികാരികൾ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും കാണിക്കാത്തതുകൊണ്ടാണ് അടിക്കടി ഈ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മേൽനോട്ട് സംവിധാനം ഉണ്ടായിരുന്നില്ല, രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു വളരെ സുപ്രധാനമായ കാര്യം ഇതാണ്, അവിടെ വേണ്ടത്ര ലൈറ്റ് സംവിധാനമില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് ലൈറ്റെങ്കിലും അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. രജനെ, ഇത് പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ആണോ? അല്ല, ബഹുമാന്യനായ ഒരിക്കലല്ല, പുരോഹിതൻ ഒരിക്കലുമല്ല. യൂജിൻ പെരേരയാണ്. അതിനകത്ത് തന്നെ ആ അല്ല, ഞാൻ പറഞ്ഞത് തന്നെ അതിനകത്ത് തന്നെ ഉണ്ട്. കാരണം വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുന്നത് 3 മാസമായ ഗവൺമെന്റിനെ പറ്റിയാണോ അജിംഷാദെ പറഞ്ഞത്? ഹോ, വേണ്ടത്ര സംവിധാനങ്ങൾ, മുന്നറിയിപ്പുകളില്ല എന്ന് പറഞ്ഞത്, അതല്ല അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നുള്ള കാര്യങ്ങളില്ല എന്ന് പറഞ്ഞത് 3 മാസമായ ഗവൺമെന്റിനെ പറ്റിയാണോ? താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെയാണെന്ന്? ശരി.